ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. L2 എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഫാൻ ഷോ അല്ല, ഫസ്റ്റ് ഷോ. ഫാൻ ഷോയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിരാശ വരാൻ ചിലപ്പോൾ. നമ്മൾ ഭയങ്കര ഹ്യൂജ് ഫാനാണെങ്കിലും ഹൈ എക്സ്പെക്ടേഷനിൽ നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ അത്രയും നമ്മൾ എക്സ്പെക്ടേഷനിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിരാശ വരാം. ഫാൻസിൻ്റെ പ്രശ്നം അതാണ്. പക്ഷേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തൊട്ടുള്ള സിനിമ കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അത് സിനിമയെ സ്നേഹിക്കണവരായിരിക്കും. അത് ഭയങ്കര ഹൈ എക്സ്പെക്ടേഷനിൽ കാണുന്നവരായിരിക്കണമെന്നില്ല. ഇപ്പം എമ്പുരാൻ്റെ കേസിൽ നിങ്ങൾ ഇത് ലൂസിഫറിന്റെ ഒരു പിന്തുടർച്ച അവകാശമുള്ള പടമാണല്ലോ, എന്നാലും ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് വയ്ക്കാവുന്ന സിനിമയാണ്. പക്ഷെ ഒരിക്കലും ഒരു ഹൈ എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ഈ പടം കാണരുത്. ഭയങ്കര ഹ്യൂജ് എക്സ്പെക്ടേഷൻ നിങ്ങളെ കൊണ്ടെന്ന് ചിലപ്പോൾ അത്രയും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ കുറച്ച് താഴേക്ക് വന്നേക്കാം. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു നോർമൽ വിഷനോടുകൂടി ഇതൊരു മലയാള സിനിമ, പൃഥ്വിരാജ് എടുത്തൊരു മലയാള സിനിമ അത്രയും നിങ്ങൾ ചിന്തിക്കാവൂ. അങ്ങനെ വെച്ച് കാണുകയാണെങ്കിൽ ഈ പടം നിങ്ങൾക്കൊരു മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരും. കാരണം 150 കോടി കോസ്റ്റിൽ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 150 കോടിയും സ്ക്രീനിൽ കാണാനുണ്ട്. ഒരു രീതിയിലും അയാളെ പിശുക്കിയിട്ടില്ല. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടർ ഒരു രീതിയിലും അയാൾ പൈസക്ക് പിശുക്കിയിട്ടില്ല. സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ഫിലിമിന് വേണ്ട മാഗ്നിറ്റ്യൂഡിൽ അയാൾ പൈസ ഇറക്കിയിട്ടുണ്ട്. ആ പൈസ അയാൾ സിനിമാറ്റോഗ്രാഫർ വെച്ചിട്ട് ഒപ്പി 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 എടുത്തിട്ടുണ്ട്. ബ്രില്യൻ സ്ക്രീൻ പ്ലേ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് എല്ലാം, ഒടുക്കത്തെ വിഷ്വലി ബ്യൂട്ടി ആയിട്ടുള്ള സാധനങ്ങൾ. ഇതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിന് ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ, ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ പറയുമ്പോൾ ഈച്ച് ആൻഡ് എവരി ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള സെഗ്മെന്റ് പോലും അല്ലെങ്കിൽ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് പോലും ഈ സിനിമയ്ക്ക് കൊടുത്തേക്കണത് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ആണ്. അതിൽ ഒരു ചെറിയൊരു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് മുതൽ ലൊക്കേഷൻ ഹണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ADs, അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് പടത്തിന് കൊടുത്തേക്കുന്നത്. മീൻസ് അവരുടെ എല്ലാം ഈ ഒരു ടെക്നിക്കൽ സൈഡ് എന്നുള്ളത് ഭയങ്കര ബ്രില്യൻ്റ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അതായത് എമ്പുരാന്റെ ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് പുള്ളി കൺസീവ് ചെയ്ത സമയത്ത് പൃഥ്വിരാജ് കുറെ പോസ്റ്റ് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിരുന്നു. പുള്ളി ഇങ്ങനെ കണ്ണ് തുറച്ച് കണ്ണിങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്ന സീൻസ്. ഹൗ കൻ ഈ ഫുൾ ഓഫ് അയാൾക്ക് എങ്ങനെ ഈ സിനിമ ഇത്ര ചെറിയൊരു മലയാള സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയും ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ വലിയ ക്യാൻവാസ് ഉള്ള ഒരു സിനിമ ഇത്ര ചെറിയ ബഡ്ജറ്റിലേക്ക് അയാൾക്ക് എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആള് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറിച്ചാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ സബ്ജക്റ്റാണ്. ഇത് പുള്ളി എപ്പോഴും പറഞ്ഞത് ഒരു കൊച്ചു സിനിമ ചെറിയ സിനിമ എന്നാണ് പുള്ളി പറഞ്ഞിട്ടിരുന്നത്. നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ എമ്പുരാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ വിറ്റ് എന്തോരം കാശുണ്ടാക്കിയെന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. എമ്പുരാൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എമ്പുരാന്റെ ഒരു ടീസർ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ട്രെയിലർ ഇറങ്ങുമ്പോൾ, ഒരു മോഷൻ പോസ്റ്റർ വരുമ്പോൾ, ജസ്റ്റ് ഒരു പോസ്റ്റർ വരുമ്പോൾ പോലും ഞാനടക്കമുള്ള ആൾക്കാർ ഇതിനെ വെച്ച് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഥകൾ അമീർ ഖാൻ വരെ അഭിനയിച്ച സിനിമ കേട്ടോ. അമീർ ഖാൻ, രജനീകാന്ത്, കമലഹാസൻ, വിജയ് ഇവരെല്ലാവരും അഭിനയിച്ച സിനിമയാണ് IMB റേറ്റിംഗിൽ പറയണത്. അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇതിനെ വെച്ച് ആൾക്കാർ പറഞ്ഞ് വിറ്റ് തൊലച്ചുണ്ടാക്കിയത്. ഒരുപാട് കോടിക്കണക്കിന് രൂപ ഈ ഒരു എമ്പുരാൻ എന്നുള്ള സാധനം വെച്ച് ബിസിനസ് നടക്കപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് അൾട്ടിമേറ്റ്ലി അയാൾ പറഞ്ഞത് ഇതൊരു ചെറിയ സിനിമയാണ്, അടുത്ത സിനിമ വലുതാണെന്ന് ആൾ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ മീഡിയാസ് കൊടുത്തതെല്ലാം ഓവർ ഹൈപ്പ് കൊടുക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ കൊടുത്തോണ്ടിരുന്നു. പുള്ളി അപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ 4 സ്ഥലത്തായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തി, കുറച്ച് ഇന്റർവ്യൂസ്, മലയാളത്തിൽ ഒരു 8 ഇന്റർവ്യൂ കൊടുത്തില്ല, കുറച്ച് ഇന്റർവ്യൂസ് മറ്റ് ഭാഷകളിൽ കൊടുത്തു. അവിടെ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇതൊരു ഇങ്ങനെ സിനിമ വരുന്നുണ്ട്, ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള രീതിയിൽ ഒരു 5 ഭാഷകളിലേക്ക് റിലീസ് ചെയ്യാൻ ഇറക്കുന്നു പ്ലാൻ ചെയ്യുന്നുണ്ട്. മലയാളം പോലത്തെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു സിനിമ പ്ലാൻ ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മലയാളത്തിൽ ഉള്ള ഈ ഇതുപോലത്തെ സിനിമകൾ മറ്റു സിനിമകൾ സപ്പോർട്ട് ചെയ്യണമല്ല, ഈ സിനിമ സപ്പോർട്ട് ചെയ്യുക, കാണുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, അത്രേ പറഞ്ഞുള്ളൂ. അവിടെ പോലും അയാൾ പറഞ്ഞില്ല ഇതൊരു ഭയങ്കര വലിയ സിനിമയാണ്, ഞാൻ സംവിധാനം ചെയ്ത ഭയങ്കര വലിയ ആനപ്പടമാണ്, ഭയങ്കര KGF വെല്ലുന്ന സിനിമയാണ്, അല്ലെങ്കിൽ ബാഹുബലി വെല്ലുന്ന സിനിമയാണ്, ഇന്ത്യൻ സിനിമകളിലെ വെല്ലുന്ന ഒരു സിനിമയാണെന്നുള്ളത് പുള്ളി എവിടെയും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞത് ഒരു ചെറിയ സിനിമയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുന്ന പറഞ്ഞത്. മോഹൻലാലും പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതിന്റെ വിധി എന്താ നിങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞത്. പക്ഷെ ഇതിനെ മാർക്കറ്റ് ചെയ്ത വിറ്റ ടീംസ് എല്ലാവരും കൂടി ഇതിനെ അങ്ങ് ഭയങ്കര വാനോളം പൂഴ്ത്തി മുകളിലേക്ക് കയറ്റി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു അടിച്ച് താഴെയിടലാണ്. അത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം
ഇത്രയും കോടിക്കണക്കിന് 150 കോടി മുടക്കി ഒരു മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ 150 രൂപ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചത്ത് ചോദിച്ചാൽ എനിക്ക് പറയാം ആ പടം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് മോശമായിട്ടുള്ള സാധനങ്ങളൊന്നും തോന്നിയില്ല. അതുപോലെ സ്റ്റീഫനായിട്ട് വന്നപ്പോഴും എബ്രഹാമായിട്ട് വന്നപ്പോഴും മോഹൻലാൽ കൊടുത്ത ഒരു ഓറയുണ്ട്. ആ ഓറ മാത്രം മതി 150 രൂപയ്ക്കുള്ള ഒരു ഒരു സാധനം എന്ന് പറയാനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ്, മ്യൂസിക് എല്ലാ സൈഡും എല്ലാം ഓക്കെ, എല്ലാം പുള്ളി ഒരു ചില സ്ഥലങ്ങളിൽ റിപ്പീറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന് പക്ഷെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി വലിയൊരു പെർക്യൂഷനൊക്കെ കൊടുത്ത് ഒരു എക്സിക്യൂഷനാണ് പുള്ളി ചെയ്തേക്കണത്. പക്ഷെ ഒരു പാട്ടുണ്ട് അതിനകത്ത് ഇടയിൽ വെച്ചിട്ടൊരു അത് ടൈം സ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കാനാണ് ഇത്ര അത് കട്ട് കളഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ആ ഒരു പാട്ട് മാത്രമേ എനിക്ക് അത്ര കണക്ട് ആയില്ല. നമ്മുടെ ബൈജുവിൻ്റെ ഒക്കെ ഒരു സീൻ വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പാട്ടും ഉണ്ട് അത്. പക്ഷെ എന്നാൽ അതിനിടയിൽ നമ്മുടെ കറണ്ട് സിനാരിയോസ് ആയിട്ടുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാം, കേരളത്തിലെ രാഷ്ട്രീയം, കേന്ദ്രത്തിലെ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയങ്ങൾ, CPM രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം, BJP രാഷ്ട്രീയം, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മതത്തിന്റെ പേരിലുള്ളത്, ജാതിയുടെ പേരിലുള്ളത്, കേരളത്തിലെ കറണ്ട് സിനാരിയോസ് എല്ലാം, ഇന്ത്യൻ പൊളിറ്റിക്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിനോട് ചായ്വുള്ള മനുഷ്യത്വമല്ല, അതായത് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിനോടും മതത്തിനോടും ഓവർ പ്രണയം തോന്നിയിട്ട് ഈ സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ചില ഭാഗങ്ങളിൽ. എന്നാൽ ആ ഒരു ഭാഗം ഒഴിവാക്കി ഇതൊരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു മൂവി എന്നുള്ളൊരു സാധനം പോണ സമയമുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ശരിക്കും ഇത് ഇന്റർനാഷണൽ മൂവിയാടാ, അതേ ലെവലിലാണ് പടം പിച്ച് ചെയ്തേക്കണത്, പടം എടുത്തു വെച്ചേക്കണത്. ഡയറക്ഷന്റെ ബ്രില്യൻസ് അവിടെയാണ്. പുള്ളിക്ക് ഈ നിസാര ബഡ്ജറ്റും ഉണ്ട്, ഈ 150 കോടി എന്നുള്ള ബഡ്ജറ്റും ഉണ്ട്. പുള്ളി കാണിച്ചു തന്നൊരു കാട്ടായമുണ്ട് സ്ക്രിപ്റ്റിലും. ഓവറോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും ഒരു സമയം വളരെ കുറവായതുകൊണ്ട് ഇത്രയും വൈഡായിട്ട് പറഞ്ഞത്. പുള്ളി പറഞ്ഞ കഥ ഇത്രയാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ തിരക്കാന്നുള്ളത് ഇത്രയാണ്. പുള്ളിക്ക് ഇത്രയും എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 500 കോടി വേണ്ടി വരും. പക്ഷെ പുള്ളി ഒരു 150 കോടിയുടെ സാധനം വെച്ചാൽ എടുത്തേക്കണത്. പക്ഷെ ആ എടുത്തേക്കണ സാധനം ഒരു സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. പടം കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. നിങ്ങളൊരു വീട്ടിലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് OTT ഇരുന്ന് കുറച്ച് നേരം കണ്ട് പിന്നെ അപ്പുറത്തേക്ക് മാറി പിന്നെ കുറച്ച് നേരം ബാക്കി കണ്ട് പിന്നെ ഇങ്ങോട്ട് മാറി പിന്നെ 2 ദിവസം കൊണ്ട് പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. നിങ്ങൾ പടം തിയേറ്ററിൽ പോയി തന്നെ കണ്ട് അത് എൻജോയ് ചെയ്ത് അതിൻ്റെ ഒരു ഫീല് തിരിച്ചറിഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യും. ബൈ.